കിന്നക്കോരയിൽ മഴ പെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് എത്താൻ കാത്തിക്കേന് മഴ പെയ്യാൻ. ഏതായാലും വൈബ് സ്ഥലമായി. സമയം 2:30 മണി. കിന്നക്കോരയിലെ അവസ്ഥയാണിത്. ചെറുതായിട്ട് മഴയുണ്ട്, അത്യാവശ്യം നല്ല ഡാർക്കാണ്, ഇരുട്ടായിക്കണല്ലേ കുഞ്ഞോ? എത്ര മണിയായിപ്പോ? സമയം 2:30 കറക്റ്റ്. ഈ കിന്നക്കോര എന്ന ഗ്രാമം ഏകദേശം ഊട്ടിയിൽ നിന്നും 60 കിലോമീറ്റർ യാത്ര ചെയ്യണം. യാത്ര എന്ന് പറഞ്ഞാൽ നല്ല കിടില യാത്രയായിരിക്കും മക്കളെ. ഒന്നും പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നല്ല കോടയും കാടും കാട്ടുപോത്തുള്ള ഒരു മനോഹരമായ സ്ഥലമാണ്. പക്ഷെ എന്താ വെച്ചാൽ നമുക്കത് കിട്ടിയിട്ടില്ല. കോട ഉണ്ടായിരുന്നു അത്യാവശ്യം. നമ്മൾ കിന്നക്കോരയിൽ എത്തിപ്പെട്ടത് ഒരു വഴിതെറ്റി വരുത്തുക എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു അവസ്ഥയിലാണ്. പക്ഷെ നല്ല മനോഹരമായ സ്ഥലം. ഇപ്പോൾ സമയം 2-2:30 മണിയാണ്. പക്ഷെ സൂര്യൻ ഇതുവരെ ഇവിടെ ഉദിച്ചിട്ടില്ല. സൂര്യൻ ഉദിക്കാത്ത നാട് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ സൂര്യൻ ഉദിക്കും ഉച്ചന്റെ ശേഷം. പക്ഷെ ഇപ്പോഴൊക്കെ നല്ല ക്ലൈമറ്റ് ആണ്. എന്ത് മനോഹരമായ കാഴ്ചയാണ് ഇതെല്ലാം. ഊട്ടിയുടെ അവസാനത്തെ വില്ലേജ് എന്ന പേരിലാണ് കിന്നക്കോര അറിയപ്പെടുന്നത്. തനി നാടൻ തമിഴ്നാട് വില്ലേജ്, ഒരു രക്ഷയില്ല. പോകുന്ന ഈ വഴി, കാട് മൂടി കിടക്കുന്ന ഈ വഴി, സൂര്യപ്രകാശം പോലും തട്ടാത്തൊരു വഴി. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഞാനിതിനു മുമ്പ് വേറെ കണ്ടിട്ടില്ല. ചായത്തോട്ടത്തിനിടയിൽ കാട്ടുപോത്ത് നമുക്കിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു 1.5 മുതലേര് മക്കളെ. പിന്നെ നമ്മളൊരു 1.5 ഭാഗ്യവാന്മാരാണ്. നമ്മൾ എത്തിയ സമയത്ത് തന്നെ മഴയും പോയി. ഈ കിന്നക്കോര എന്ന് പറയുന്ന വില്ലേജ് ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. എല്ലാവരും ചിലപ്പം പോയാൽ അങ്ങ് കയറാൻ പറ്റിക്കോളണമെന്നില്ല, പെട്ടുപോകും. പോയിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയാണ് ഇപ്പൊ എല്ലാവർക്കും സംഭവിക്കുന്നത്. ചങ്ങായിമാരെ, ഇതാണ് കിന്നക്കോരന്റെ സൈൻ ബോർഡ്. സംഭവം കിന്നക്കോര എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ, ഈ വരുന്ന സ്ഥലവും പിന്നെ ഈ ഒരു വൈബ് തണ്ട. അപ്പൊ നല്ല മഴയാണ്, ചാറ്റൽ മഴയാണ്, നല്ല വൃത്തിയുള്ള മഴ, നല്ല തണുപ്പുണ്ട്. അപ്പൊ ഇതാണ് കിന്നക്കോര.